എംബ്രോയ്ഡറി പഠിക്കാം സീരീസ് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വിപ്പഡ് ബാക്ക് സ്റ്റിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിപ്പഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വേറൊരു ഇതാണ് ബാക്ക് സ്റ്റിച്ച്. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ നമ്മൾ വേറൊരു ത്രെഡ് വെച്ച് വിപ്പ് ചെയ്ത് കൊടുത്തു. അതുപോലെയാണ് ഈ വിപ്പഡ് ബാക്ക് സ്റ്റിച്ചും. ആദ്യം നമ്മൾ ഒരു ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബാക്ക് സ്റ്റിച്ച് ഇടുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി എംബ്രോയ്ഡറി പഠിക്കാം സീരീസ് 2ൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. അപ്പം ഇതിൽ നമ്മൾ ആദ്യം ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെയാണ് ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. ഒറ്റ ത്രെഡ് എടുത്തിട്ട് അതിൽ ഇത് കാണുന്ന പോലെ ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ കംപ്ലീറ്റ് ബാക്ക് സ്റ്റിച്ച് വിട്ട് ഫൈനൽ നോട്ട് വിട്ടതിന് ശേഷം നമുക്ക് വേറൊരു കളറിലുള്ള ത്രെഡ് ഇതുപോലെ എടുക്കണം. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറിലുള്ള ഒരു ത്രെഡ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ എവിടെ നിന്നാണോ ബാക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെ ഈ നീഡിലും കൂടി എടുക്കണം. എന്നിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വിപ്പ് ചെയ്തെടുത്ത പോലെ തന്നെ ഇതും ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കണം. താഴ്ന്നും മേളിലൊന്നുമൊക്കെ ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കണം. ആദ്യത്തേത് താഴ്ന്നാണ് കുത്തിയെങ്കിൽ രണ്ടാമത്തേത് മേളിൽ നിന്ന് കുത്തണം. ഇതുപോലെ കംപ്ലീറ്റും വിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് വിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഫൈനൽ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ എവിടെയാണോ നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ച് നിർത്തിയത് അവിടെ തന്നെ ഈ ത്രെഡും കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് നോട്ടിട്ടെടുക്കണം. ഇതിൽ കാണുന്ന പോലെ തന്നെ നോട്ടിട്ടെടുക്കണം. ഇനി ഞാൻ എൻ്റെ റെക്കോർഡിൽ വെച്ച വർക്ക് ഇതിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഗൈസ്.